കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പരിധിയിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്കുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര, കറുകപ്പുത്തൂർ, കൂട്ടുപാത എന്നീ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നാട് ദുരിതവും പ്രയാസവും അനുഭവിച്ച എല്ലാ ഘട്ടങ്ങളിലും ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ട നന്മകൾ ചെയ്യാൻ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ചെറുകിട കച്ചവട സമൂഹമെന്നും പാവപ്പെട്ടവന്റെ കണ്ണീര് തുടയ്ക്കുന്നതിൽ എന്നും വ്യാപാരികൾ മുന്നിൽ നിൽക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ വരുന്ന 5 വർഷ കാലയളവിൽ ഭരണകൂടം ഏറ്റെടുക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും വ്യാപാരികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കറുകപ്പുത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തിൽ നിന്നും ആരംഭിച്ച് ജനപ്രതിനിധികളെ ആനയിച്ച് നടത്തിയ ഘോഷയാത്ര കറുകപ്പുത്തൂർ ടൗൺ ചുറ്റി സ്വീകരണ സ്ഥലത്ത് സമാപിച്ചു. കറുകപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് CG ശശീന്ദ്രൻ അധ്യക്ഷനായി. ബാബു കോട്ടയിൽ, KR ബാലൻ, ഷമീർ വൈക്കത്ത്, AK അബൂബക്കർ തുടങ്ങി മറ്റു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, KVVES തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ്, വൈസ് പ്രസിഡന്റ് KK ശർമിള, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രവിപ്രകാശ്, KK അബ്ദുൾ റഹ്മാൻ, മറ്റു ജനപ്രതിനിധികളായ ER റെനിൻ, KP ജിഷ, PA കാസിയും, സുമയ്യ അബ്ബാസ്, PU വിനോദ്, TK സുരേന്ദ്രൻ, M മഞ്ജുള, വ്യാപാരി നേതാക്കളായ P കോയക്കുട്ടി, M സയ്യിദ്, KM ഉമർ, അഷ്റഫ് ദേശമംഗലം, സക്കറിയ ഹാജി, K അജിത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എവിടെയാണ് തൊഴിലെടുക്കുന്നത് എന്നതൊന്ന് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ടാമത്തെ തൊഴിൽ മേഖല അത് വ്യാപാര മേഖലയാണ്. ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ കൊച്ചു കൊച്ചു വ്യാപാരികൾ ഇന്ത്യ രാജ്യത്തെ ഏകദേശം 4 കോടിയിലധികം വരുന്ന ചെറുകിട വ്യാപാരികൾ, കേരള സംസ്ഥാനത്തെടുത്താൽ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ. ആ വ്യാപാരികളും ഞങ്ങളോടൊപ്പം തൊഴിലെടുക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ആ എണ്ണം വളരെ വലുതാണ്. ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുകയും അവരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ആധാരമായിട്ടുള്ള വരുമാനം അവർ കണ്ടെത്തുന്നത് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഈ കറുകപ്പുത്തൂർ ടൗണിന്റെ ആയാലും തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ ആയാലും വികസനം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അവർ എവിടെയാണ് തൊഴിലെടുക്കുന്നത് എന്നത് പ്രസക്തമാണ്. അതുകൊണ്ട് ഈ നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ വരുമാനത്തിലുള്ള വർധനമാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിൽ നിങ്ങളോടൊപ്പം നിൽക്കുക എന്ന കടമ ഞങ്ങളുടേതാണ്. ആ ബോധ്യം ഞങ്ങൾക്കും ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം. അതുകൊണ്ട് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ഈ ജനപ്രതിനിധികൾ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ബഹുമാനായ പ്രസിഡന്റ് KP വിപിലേഷിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന ആ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഈ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മുഴുവൻ വ്യാപാരികളും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ യോഗം ചേർന്നത്. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, ഇന്ന് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങളുടെ പരാതിപ്പെട്ടി ഇന്ന് ഇവിടെ തുറക്കപ്പെടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായപ്പെട്ടിയും ഇന്നിവിടെ തുറക്കരുത്. കൊടിഞ്ഞാങ്ങാടി ഇതുമാതിരി രാവിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പരാതിപ്പെട്ടി ഇവിടെ തുറക്കില്ല. പക്ഷേ തിരിച്ചു മറുപടി പ്രസംഗത്തിൽ ഒരു സ്കൂളിൽ ആ സഹായം ചെയ്യണം. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കേരള വ്യാപാരി ഈ സ്വീകരണ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി മൗനപ്രാർത്ഥന. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളുടെ കലവറ നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്.
വസ്ത്രം ധരിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ, ഇഷ്ടമുള്ള നിറത്തിലുള്ളവർ, വ്യത്യസ്തമായിട്ടുള്ള ആചാരത്തിലുള്ളവർ, അങ്ങനെ എണ്ണിയാലും പറഞ്ഞാലും ചൊല്ലിയാലും തീരാത്ത അനവധി നിരവധി വൈവിധ്യങ്ങളുടെ ഒരു കലവറ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ.